ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കാശിമാമയുടെ കുഞ്ഞു മുട്ടത്തലയ്ക്ക് വേണ്ടിയിട്ടാണ്. കുഞ്ഞു മുട്ടവാവമാരുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും വേണ്ടിയിട്ട് നമുക്കിന്ന് ചിരട്ടക്കരി ഉണ്ടാക്കാം കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ഒരു മുറി ചിരട്ട എടുത്തിട്ടുണ്ട്. ചിരട്ട അടുപ്പിലിട്ട് നന്നായിട്ട് കത്തിക്കുക കേട്ടോ. ചിലയിടത്തൊക്കെ ഈ കുഞ്ഞു വാവമാരുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളയ്ക്ക അരച്ച് തേക്കും കേട്ടോ. നമ്മുടെ ചിരട്ട നന്നായിട്ട് ആളി കത്തുന്നുണ്ടേ. നമ്മുടെ ചിരട്ടക്കരി ഉണ്ടാക്കാൻ ഈ ഒരു ചിരട്ട തന്നെ ധാരാളമാണേ. ഇത് നന്നായിട്ട് കത്തി തുടങ്ങുമ്പോഴേക്കും നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഈ ചിരട്ടയുടെ പൊടി പോലും നോക്കണ്ട. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോവട്ടെ. നമ്മളൊരു ചെറിയ പാത്രത്തിലേക്കാണ് ഈ ചിരട്ടക്കരി മാറ്റി വെച്ചത്. നമുക്കിതാ ഇത്രയാണ് കിട്ടിയത്. ഇനി ഈ കരിഞ്ഞ ചിരട്ട നമുക്ക് നന്നായിട്ട് പൊടിക്കാമേ. ഞാനിതൊരു കവറിലിട്ട് നന്നായിട്ട് കല്ലുകൊണ്ട് പൊടിക്കാൻ നോക്കുന്നുണ്ടേ. ഇടി മോശമായതുകൊണ്ടാവും ഇതങ്ങനെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മിക്കല്ല് ഉരുട്ടിയെടുത്താൽ ചിലപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുമായിരിക്കും. ഇപ്പോൾ ദാ നേരത്തേക്കാളും ഒന്ന് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതും പോരാ കേട്ടോ, നന്നായിട്ട് തരിയൊന്നുമില്ലാതെ നന്നായിട്ട് ഇത് പൊടിക്കണം. അങ്ങനെ ഒരുവിധം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലും നന്നായിട്ട് വേണമെങ്കിലും നമുക്ക് പൊടിക്കാം കേട്ടോ. അങ്ങനെ ഈ പൊടി ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചിരട്ടപ്പൊടിയും വെളിച്ചെണ്ണയും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമ്മുടെ കുഞ്ഞു മുട്ടത്തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഞാനിത് ഒരു 10 മിനിറ്റ് നേരം കാശിമുട്ടയുടെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. കുളിപ്പിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ ചിരട്ടക്കരി മുട്ടത്തലയിൽ തേച്ച് കൊടുക്കുക. ഞാൻ 4 ദിവസമാണ് കേട്ടോ ഈ ചിരട്ടക്കരിപ്പൊടി കുഞ്ഞിൻ്റെ തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ചിരട്ടപ്പൊടി തീരുന്നിടം വരെ ചെയ്താൽ മതി കേട്ടോ. ഇത് എന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 4 ദിവസം ഇത് തേച്ചപ്പോഴേക്ക് കാശിക്ക് നല്ല കുഞ്ഞു കുഞ്ഞു കുറ്റിമുടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് ഈ വീഡിയോയിൽ കാണിക്കാമേ. ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിലും പിന്നീട് ആശാന് ഈ കരുതേപ്പ് അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ലേ. എങ്കിൽ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിരട്ടക്കരിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ ഈ കുറ്റിമുടിയെല്ലാം. പിന്നെ ഞങ്ങളങ്ങോട്ട്